ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിവിടെ ഈ മുരിങ്ങയ്ക്കായ കൊണ്ട് ഒരു ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമുക്കിപ്പോൾ മുരിങ്ങയ്ക്ക കിട്ടുന്ന സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ മുരിങ്ങയ്ക്ക കിട്ടും അല്ലേ. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തീർക്കാനായിട്ട്, അല്ലെങ്കിൽ അത് മുറ്റി ചീത്തയായി പോകും. അപ്പോൾ തീർക്കാനായിട്ട് നമ്മളിങ്ങനെ എന്ത് വയ്ക്കാമെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഒരു റെസിപ്പിയാണിത്. ഓക്കെ, അപ്പം നമ്മൾക്ക് മുരിങ്ങയ്ക്ക കൂടുതലുള്ളപ്പോൾ നമ്മളതിൻ്റെ ഫ്ലഷ് എടുത്തിട്ട് നമ്മൾ പല കറികളും ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മളിതൊരു ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മുരിങ്ങയ്ക്ക കുറച്ച് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. വീട്ടിൽ ഉണ്ടായ മുരിങ്ങയ്ക്ക അതുണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഒരു വലിയ പീസായിട്ട് കേട്ടോ, ഉണ്ടോ, ഇത്രയും വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഞാനതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നാര് പോലെ വരും. ഓക്കെ, അപ്പോൾ ഇത് കഴുകിയിട്ട് നമുക്ക് ഒരു കുക്കറിലാക്കാം. ഞാനത് കഴുകിയിട്ട് കുക്കറിലാക്കിയിട്ടുണ്ട്. ഇതിലൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുങ്ങുന്ന രീതിയിൽ വെള്ളം, 1/2 ഗ്ലാസ് പോലും വേണ്ട കേട്ടോ. ഇപ്പം 3 മുരിങ്ങയ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 3 മുരിങ്ങയ്ക്ക മതി. ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം 1/2 ഗ്ലാസ് പോലും ആവശ്യം വന്നില്ല കേട്ടോ. വെള്ളം കൂടുതൽ ചേർക്കണ്ട. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് എടുത്തതിൽ ഇത്രയും ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ അത് മൂടി വെച്ചിട്ട് 2 വിസിൽ വെക്കാം കേട്ടോ. 2 വിസിൽ വയ്ക്കുമ്പോൾ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ആ മുരിങ്ങയ്ക്ക ഞാൻ 2 വിസിൽ വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമ്മൾ കളയരുത് കേട്ടോ. നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് തണുത്ത ശേഷം നമുക്ക് അതിനകത്തുള്ള ഫ്രഷ് എടുക്കണം. അപ്പോൾ അത് വേവിച്ചെടുത്തപ്പോൾ എനിക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ ചട്നി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്തുള്ള ഫ്രഷ് നമുക്ക് എടുക്കാം. അതായത് ഇങ്ങനെ ഒരു പീസ് എടുത്ത് തുറന്നിട്ട് 1 സ്പൂൺ വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ എടുക്കണം. ഇപ്പോൾ ചൂടുണ്ട്, ചൂട് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ഇതുപോലെ 1 സ്പൂൺ വെച്ചിട്ട് ഇതിനകത്തുള്ള ഫ്രഷ് എടുക്കണം. കണ്ടോ, ഇതിൽ ഒന്നുമില്ല, ഇതിനകത്തുള്ള ചതയൊന്നും അതിനകത്തില്ല, തോട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മാറ്റാം. അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതെടുത്തപ്പോൾ എനിക്ക് ഇത്രയും കിട്ടി. നമുക്കിനി ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു 10 ചെറിയ ഉള്ളി തൊടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളിയാണെങ്കിൽ ചേർക്കാം, സവാള ഒരെണ്ണം മീഡിയം സൈസ് ചേർത്താൽ മതി. പക്ഷേ ഇതാണ് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ടൊമാറ്റോ. ഓക്കെ, അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് ചുമന്ന് നിൽക്കണം. വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. മുരിങ്ങയ്ക്ക എന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അല്ലേ, അതിന് ധാരാളം അയണുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ നിറം മാറിയിട്ടുണ്ട്. നമ്മൾ ആ പരിപ്പ് കരിഞ്ഞു പോകാൻ നോക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 5 വറ്റൽമുളക് ഇവിടെ ഇതിനനുസരിച്ച് ചേർത്തോളാം. എന്നാലും ഒരു 5-6 വേണം കേട്ടോ. ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 6 ഇട്ട്, വലുതാണെങ്കിൽ ഒരു 4-5 മതി. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി അതുകൂടെ ചേർത്ത് ഉള്ളി വെളുത്തുള്ളി ഒന്ന് വഴറ്റി വെക്കണം. നമ്മുടെ ചെറിയ ഉള്ളി പകുതി വഴണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇത് കുറച്ച് വഴണ്ടി വെച്ചിട്ട്, തീരെ അങ്ങ് ഒരുപാട് വഴങ്ങണമെന്നില്ല, ഇത് പകുതി വഴണ്ടി വെക്കാനും മതി.
അതും പകുതി വഴറ്റിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മുരിങ്ങയ്ക്കയുടെ ഫ്രഷ് ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി. അതിൻ്റെ കൂടെ ശകലം പുളി, കുറച്ച് പുളി ചേർക്കുകയാണ്. പുളി കൂടുതൽ ആവശ്യമില്ല. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, പിന്നെ മിനിയൊക്കെ വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളം, അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിക്കിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തേക്കാം. പിന്നെ ആവശ്യം വന്നെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്തോളാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചേർത്തു. വെള്ളം കൂടുതൽ വെക്കണ്ട കേട്ടോ. നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം അത് വേവിക്കാൻ വെച്ചാൽ അതുപോലെ തന്നെ തിരിച്ച് കിട്ടിയ ആ വെള്ളം. അതുകൊണ്ട് കൂടുതൽ വെള്ളം വെക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇട്ടത് ആ വെള്ളം കളയാനും പാടില്ല. വൈറ്റമിനൊക്കെ ആ വെള്ളത്തിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ട് വറ്റിക്കാനും കുറേ സമയം പിടിക്കും. അതുകൊണ്ട് വെള്ളം ആവശ്യത്തിന് നോക്കി വെച്ചാൽ മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തേ. നമുക്കിനി ഇത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അരച്ചിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്തോളാം. വലിയ ജാറിലിട്ട് അരങ്ങനെ, തീരെ കുഞ്ഞു ജാറിലിട്ട് അരക്കരുത്. നമുക്കത് ഫ്രീ ആയിട്ട് അരച്ചെടുക്കാൻ പറ്റത്തില്ല. ശരി, ഞാനിതൊന്ന് അരച്ചിട്ട് വരാം. ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഈ തരത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇഡ്ഡലി, ദോശ, ചോറ് എല്ലാത്തിനും നല്ലതാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് വേണം, ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ശകല വെള്ളം കൂടെ ചേർക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതിൽ കടുക് വറുത്ത് ചേർക്കണം. അപ്പം ഞാൻ കടുകും ഒരു മുളകും കുറച്ച് കറിവേപ്പിലയിട്ട് കടുക് വറുത്തിട്ടുണ്ട്. അത് ഇതിൽ ചേർക്കുന്നേ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേ മുരിങ്ങയ്ക്കാണെന്നേ പറയുന്നില്ല. മുരിങ്ങയ്ക്കയുടെ ഒരു ഇതും കാണാനില്ല. നല്ല ടേസ്റ്റാണ്. വേറെ എന്തോ നമ്മൾ വെച്ചുണ്ടാക്കിയതുപോലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചട്നിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. താങ്ക് യു.